നോമ്പിനൊക്കെ എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത പലഹാരങ്ങൾക്കായിരിക്കുമല്ലേ എല്ലാവർക്കും പ്രിയം. അതുപോലെ ഒരു കിടിലൻ ഒരു പൊളയുടെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി കേട്ടോ തക്കാളി. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം ഫുള്ളായിട്ട് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. 2 നുള്ള ഉപ്പും ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഏതിലാണോ നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല ഫില്ലിങ്ങും 2 മുട്ട എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് ഞാൻ സ്ലൈസ്ഡ് ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല. പിന്നെ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും കൂടെ വിതറിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒന്ന് മറിച്ച് കൊടുത്തിട്ട് മറ്റേ സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടോടുകൂടെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.